നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് ആകെയുള്ള ഒരേ ഒരു ജൂതരാഷ്ട്രം ഇസ്രായേലാണ്. അവിടെ താമസിക്കുന്നവരാവട്ടെ കേവലം 72 ലക്ഷം ജൂതന്മാരാണ്. AD 70 തീത്തൂസ് കൈസറിന്റെ കാലത്ത് ലോകമാസകലം ചിതറിക്കപ്പെട്ടു പോയ യഹൂദന്മാർ നട്ടലിന്റെ ബലവും ഇച്ഛാശക്തിയും എല്ലാറ്റിലും ഉപരിയായി സർവശക്തനായ ദൈവത്തിന്റെ നടത്തിപ്പും കൊണ്ട് മാത്രമാണ് എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോയത്. അങ്ങനെ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രം അവർ തിരികെ വാങ്ങുകയും ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ടു പോകാൻ തുടങ്ങുകയും ചെയ്ത കാലം മുതൽ യഹൂദന്മാർക്കെതിരെ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സംഘടിതമായി അഴിച്ചുവിട്ടത് അതിശക്തമായ ആക്രമണങ്ങൾ തന്നെയായിരുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം, ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു എന്ന 83-ാം സങ്കീർത്തന വചനത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്ന വിധത്തിലുള്ള അതിശക്തമായ വെല്ലുവിളികളും ഒളിപ്പോരുകളും ആക്രമണങ്ങളുമായിരുന്നു യഹൂദന്മാർക്കെതിരെ അരങ്ങേറിയത്. ഇപ്പോൾ ഇസ്രായേലിന് ഉള്ളത്ര സാങ്കേതിക വിദ്യകളോ രാഷ്ട്രീയ സൗഹൃദങ്ങളോ ആയുധശേഷിയോ സൈനിക ശക്തിയോ ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് സർവശക്തനായ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടും ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടും മാത്രമാണ് ആ പ്രതിസന്ധികളെയെല്ലാം അവർ അതിജീവിച്ചത്. എന്നാൽ പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഇസ്രായേലിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ അതിശക്തമായി തന്നെ തുടരുകയാണ്. ലോകമെങ്ങും ചിതറിക്കപ്പെട്ടിടത്തു നിന്ന് മടങ്ങി വന്ന് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ തുടങ്ങിയ ശൈശവ ദശയിൽ തന്നെ ഇസ്രായേലിനെ നുള്ളിക്കളയാൻ കഴിയാതിരുന്ന ഇച്ഛാഭംഗത്തിൽ നീറിയ സമൂഹത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും ആ സ്വപ്നം മാറ്റിവെച്ചു കഴിഞ്ഞുവെങ്കിലും ചിലർ ഇപ്പോഴും അത് ശക്തമായി കൊണ്ടു നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ എതിർത്തവരിൽ മുൻപന്തിയിൽ നിന്ന രാഷ്ട്രങ്ങളിൽ ഒന്ന് ഈജിപ്തായിരുന്നു. പിൽക്കാലത്ത് ഈജിപ്ത് നയം മാറ്റിയെങ്കിലും ആ മണ്ണിൽ കിളിർത്തു പൊന്തിയ അന്തർദേശീയ ഇസ്ലാമിക ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് ആ ദൗത്യം ഏറ്റെടുത്തു. അവരുടെ കൊലയാളി വിഭാഗമായ ഹമാസ് പലസ്തീനിൽ തഴച്ചു വളർന്ന് അവിടെ ഗാസയിൽ തമ്പടിച്ചുകൊണ്ട് പലസ്തീന്റെ രക്ഷകവേഷം സ്വയം അണിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ അതിശക്തമായ വെല്ലുവിളികളും ഗറില്ല ആക്രമണങ്ങളും രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയുള്ള സ്ഫോടനങ്ങളും ശക്തമാക്കി. പലവട്ടം ഹമാസ് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കുകയും അതിനൊക്കെ കൃത്യമായ മറുപടി ഇസ്രായേൽ നൽകുകയും ചെയ്തു. എന്നാൽ അതിൻ്റെയൊക്കെ പാരമ്യതയിലായിരുന്നു ചരിത്രത്തിലെ കറുത്ത ദിനമായ 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കയറി ചെന്ന ഹമാസ് വലിയ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്തി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും നൂറുകണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. അവിടെ തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം അടുത്തിടെ അവസാനിക്കുമ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നട്ടല് മാത്രമായിരുന്നില്ല, തലയും ഹൃദയവുമെല്ലാം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. എന്നാൽ ആ യുദ്ധത്തോടെ അഖില ലോക തീവ്രവാദ ശക്തികൾ ഇസ്രായേലിനെതിരെ അതിശക്തമായ പ്രൊപ്പഗാണ്ട അഴിച്ചുവിടുകയും അത് പരമാവധി പ്രചരിപ്പിച്ച് ഇസ്രായേലിനെതിരെ ലിബറലുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും റാഡിക്കൽ മുസ്ലിമുകളുടെയും ഒരു സംഘത്തെ തന്നെ അണിനിരത്താൻ അവർക്ക് കഴിഞ്ഞു. ലോകത്ത് എവിടെ ചെന്നാലും ജൂതൻ വെറുക്കപ്പെടേണ്ടവരും കൊല്ലപ്പെടേണ്ടവരുമാണ് എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന ഇടത്താണ് ജൂതവിരുദ്ധത ഇപ്പോഴും ലോകമെങ്ങും ശക്തമായി പെരുകിക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായി ചിന്തിക്കാൻ കഴിയാത്തവരെ ഒക്കെ നോക്കുമ്പോൾ ജൂതൻ പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് തോന്നുക. എന്നാൽ നിലനിൽപ്പിന് വേണ്ടി മാത്രം പൊരുതുന്ന ജൂതന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് മാത്രം ആരും ചിന്തിക്കുന്നില്ല. കൊല്ലാനല്ല മറിച്ച് ചാകാതിരിക്കാനുള്ള ജൂതന്റെ പോരാട്ടത്തെ വംശഹത്യയായി ചിത്രീകരിക്കപ്പെടുകയാണ്. കാര്യങ്ങൾ ആ വിധത്തിൽ ആകുന്നതിൽ തീവ്രവാദ ശക്തികൾ വിജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ പരസ്യമായി ആക്രമിച്ച ഹമാസിന്റെ പിന്നിൽ പതിയിരുന്ന ലെബനോനിലെ തീവ്രവാദികളായ ഹിസ്ബുള്ളകളെയും യമനീസ് തീവ്രവാദികളായ ഹൂത്തികളെയും അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് കൈപിടിച്ച് നടത്തുന്ന ഇറാനെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിന് അത്യന്താപേക്ഷിതമാണ്. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഹിസ്ബുള്ളകൾക്കെതിരെയും ഹൂത്തികൾക്കെതിരെയും നടന്ന യുദ്ധത്തിന്റെ മൂലകാരണവും മറ്റൊന്നായിരുന്നില്ല. എന്നാൽ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ തന്നെ ഇസ്രായേലിന്റെ അന്ത്യം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ഘടികാരം സ്ഥാപിച്ചിട്ട് ഓരോ ദിവസവും ഇസ്രായേലിന്റെ നാശത്തെ ദിനങ്ങളെ എണ്ണിക്കഴിയുന്ന ഇറാന്റെ പ്രഖ്യാപിത നയം തന്നെയായിരുന്നു ജൂതസംഹാരം എന്നത്. ആയതിന്റെ സാക്ഷാത്കാരത്തിന് നേരിട്ട് മുട്ടാനുള്ള ത്രാണി ഇല്ലാഞ്ഞിട്ട് ഭീരുക്കളെ പോലെ പിന്നിൽ നിന്ന് കുത്താൻ ഇറാൻ ഇറക്കിയ ഏഴാംകൂലി പട്ടാളങ്ങളായിരുന്നു ഹമാസും ഹിസ്ബുള്ളകളും ഹൂത്തികളും എല്ലാം. അവരെ ഇസ്രായേൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി മാത്രമേ ഇസ്രായേൽക്കാർക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഭീരുക്കളുടെ കൂട്ടത്തിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളായ ധാരാളം സാധാരണ മനുഷ്യരുമുണ്ട്. അതാണ് ലോകമെങ്ങും ജൂതവിരുദ്ധത പടർത്തുവാൻ തീവ്രവാദികൾക്ക് സഹായകരമാകുന്നത്. ബ്രിട്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം ജൂതന്മാർക്കെതിരെ ആക്രമണങ്ങൾ കുതിച്ചുയരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
വിവിധ രാഷ്ട്രങ്ങളിൽ നടന്ന ജൂതവിരുദ്ധ കൊലപാതകങ്ങളിൽ കഴിഞ്ഞ വർഷം മാത്രം കൊല്ലപ്പെട്ടത് 20ഓളം യഹൂദന്മാരായിരുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ യഹൂദർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ 2025 വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ ആക്രമണങ്ങളാണ് 2025 എന്ന് വർഷത്തിൽ മാത്രം യഹൂദന്മാർക്കെതിരെ നടന്നത് എന്നാണ് ടെല്ലവീവ് സർവകലാശാല പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത്. ബ്രിട്ടനിലെ പീറ്റ്സ്ബർഗ് സിനഗോഗിൽ നടന്നുകൊണ്ടിരുന്ന ആരാധനയ്ക്കിടെ എല്ലാ ജൂതന്മാരും മരിക്കണം എന്ന് ആക്രോശിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ 11 പേർ മരിക്കുകയും 4 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ ബ്രിട്ടനിൽ പലയിടത്തും കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ജൂതവിരുദ്ധ സംഭവങ്ങൾ അസാധാരണമാവണ്ണം പെരുകിയത് ഞെട്ടലോടെയാണ് ലോകം വിലയിരുത്തുന്നത്. ഹോളോകോസ്റ്റിനും 1994 അർജന്റീന സ്ഫോടനത്തിനും ഒക്ടോബർ 7-നുമൊക്കെ ശേഷം യഹൂദർക്കെതിരെ നടക്കുന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളാണിത്. 2024 മാത്രം ബ്രിട്ടനിൽ 3556 ആന്റി സെമിറ്റിക് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2025 അത് 3700 ഉയർന്നിരിക്കുകയാണ്. ജൂതവിരോധം പെരുകിയിരിക്കുന്ന കാനഡയിലും ഓസ്ട്രേലിയയിലുമാകട്ടെ 2024 6219 സംഭവങ്ങളിൽ നിന്ന് 2025 6800 അത് ഉയരുകയാണുണ്ടായത്. ഓസ്ട്രേലിയയിലാകട്ടെ 2022 472 സംഭവങ്ങളും 2024 കാലയളവിൽ 492 സംഭവങ്ങളും 2025 അത് 588 എണ്ണവുമായും പെരുകിയിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ കാരണം അന്വേഷിച്ച് ചെന്നാൽ ഇസ്രായേൽ പങ്കാളിത്തം വഹിക്കുന്ന യുദ്ധങ്ങൾ തന്നെയായിരിക്കും പ്രഥമ സ്ഥാനത്ത് വരിക. എന്നാൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുകയും വെടിനിർത്തൽ ധാരണകൾ പരസ്പരം അംഗീകരിച്ച് ബന്ദികളെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറിയിട്ടും തീവ്രവാദ ശക്തികൾക്കും അവരുടെ അജണ്ടകൾക്കും വേണ്ടി തിളച്ചുമറിയുന്ന അസഹിഷ്ണുതയുടെ ലാവകൾ ജൂതന്റെ പുറത്തേക്ക് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ ലോകത്ത് ജൂതന്മാർ വളരെ കാലമായി വെറുപ്പിന്റെ ലക്ഷ്യങ്ങളായി മാറിയിരിക്കുകയാണ്. ജൂതന്മാർക്കെതിരെയും മറ്റും നടക്കുന്ന നിരവധി വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്ക് പുതിയ എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി US-ലും മറ്റിടങ്ങളിലും വർദ്ധിച്ചു വരുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെയും മതഭ്രാന്ത് നിറഞ്ഞ സംഭവങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് നടപ്പിലായിട്ടുള്ളത്. അങ്ങേയറ്റം നീചമായ ഈ പ്രവൃത്തികൾക്ക് കാരണമാകുന്ന എല്ലാത്തരം മതഭ്രാന്തികൾക്കെതിരെയും ധൈര്യത്തോടെയും ശക്തമായും സംസാരിക്കേണ്ടത് മനസാക്ഷിയുള്ള എല്ലാവരുടെയും കടമയാണ്. എന്നാൽ ഇസ്ലാമോഫോബിയയെ കുറിച്ച് മാത്രം പറയാനാണ് ചിലരുടെ ധാർമ്മിക ബോധവും പൗരബോധവും ഒക്കെ ചടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അതിന് അധികാര രാഷ്ട്രീയത്തിന്റെ അങ്ങേയറ്റം മലീമസമായ ചില ചിന്തകളുടെ പശ്ചാത്തലങ്ങളുമുണ്ട്. എന്നാൽ പലസ്തീനിൽ താമസിക്കുന്നവർ മാത്രം മനുഷ്യരാണ് എന്നും അവർക്ക് മാത്രം രക്തമുള്ളൂ എന്നും ഇസ്രായേലിലെ നിരപരാധികൾ മരിക്കേണ്ടവരാണ് എന്നുമുള്ള ചിന്ത അങ്ങേയറ്റം അപലപനീയമാണ്. മനുഷ്യൻ ആരായാലും അവന്റെ രക്തത്തിന്റെ നിറം ഒന്നു തന്നെയാണ്. അത് ഗാസയിലായാലും ക്രൈസ്തവരെ കൂട്ടക്കുരുതി ചെയ്യുന്ന നൈജീരിയയിലായാലും ലോകത്ത് എവിടെയായാലും. ഭാരതം ഒരു രാജ്യത്തിനെതിരെയും അങ്ങോട്ട് പോയി വഴക്കോ വക്കാണമോ ഉണ്ടാക്കാറില്ല. ഇനി ആരെങ്കിലും കാരണമില്ലാതെ തങ്ങളെ വെല്ലുവിളിച്ചാൽ അങ്ങേയറ്റം ആത്മസംയമനത്തോടെ മാത്രം പ്രതികരിക്കുകയും അനിവാര്യമെങ്കിൽ മാത്രം പ്രതിരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള രീതി. എന്നാൽ കാലം മാറിയതോടെ ഇന്ത്യക്കെതിരെ തീർക്കും കൊല്ലും എന്നൊക്കെയുള്ള വെല്ലുവിളികൾ ഉരുവിട്ട് തീരുന്നതിന് മുൻപേ ആ തീവ്രവാദികൾ അജ്ഞാതരുടെ വെടിയുണ്ടയേറ്റ് വീഴുന്ന കാഴ്ച ലോകത്തിലെ സകല ഭീകരവാദികളെയും ഒരുപോലെ ഭയചകിതരാക്കി മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും അടുത്തയിടെ തോളിൽ അജ്ഞാതരുടെ വെടിയേറ്റ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ സഹസ്ഥാപകനായ അമീർ ഹംസയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തങ്ങളുടെ ക്യാമ്പുകൾക്ക് തീയിട്ട ഇന്ത്യയോട് പകരം ചോദിക്കുമെന്ന് ചാനലുകാരോട് പറഞ്ഞിട്ട് തീവ്രവാദ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഹംസയുടെ കാറിന് നേരെ ബൈക്കിലെത്തിയ 2 അജ്ഞാതർ തുരുതുര വെടിയുതിർത്തത്. കൃത്യമായ പ്ലാനിങ്ങോടെ എത്തിയ ഇവർ വെടിയുതിർത്ത ശേഷം മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷരാവുകയായിരുന്നു. ഇന്ത്യയെ തീർക്കാനിറങ്ങിയ തീവ്രവാദി അമീർ ഹംസ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ മതം തിരഞ്ഞു പിടിച്ച് നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് കനത്ത തിരിച്ചടിയായിരുന്നു. എക്കാലത്തും ഇന്ത്യയുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമായി പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിവിട്ട ലഷ്കർ ഇ തോയ്ബ, ജയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ പതിയിരുന്ന മാളങ്ങളെല്ലാം ഇന്ത്യയുടെ വീരപുത്രന്മാർ കൃത്യമായ ആസൂത്രണത്തോടെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് സീമന്തരേഖയിലെ സിന്ദൂരം മായ്ക്കപ്പെട്ട 26 ഇന്ത്യൻ സ്ത്രീകളുടെ പ്രാണസങ്കടങ്ങൾക്ക് അർഹിക്കുന്ന പ്രതിശാന്തി തന്നെയാണ് നൽകിയത്.
അപമാന ഭാരത്തിൽ തലകുനിക്കേണ്ടി വന്ന പാകിസ്ഥാനും അവരുടെ ഭീകര സംഘടനകളും പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യൻ ആർമിയുടെ പ്രൊഫഷണൽ മികവിനെ പ്രതിരോധിച്ചത്. അതുമാത്രമേ അവർക്ക് ആശ്രയിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയെ സ്കെച്ചിട്ടെന്ന് വീമ്പിളക്കിയ ഭീകരന്മാരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി അജ്ഞാതരുടെ വെടിയേറ്റ് വീഴുന്നതിനാൽ ഭീകരന്മാർക്കെല്ലാം ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി നിരീക്ഷിച്ച് വരികയായിരുന്ന ഈ അമീർ ഹംസ 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ പിന്നിലെ പ്രധാന ശക്തിയായിരുന്നു. ലക്ഷറി തോയ്ബ പൊളിറ്റിക്കൽ വിങ്ങും പ്രസിദ്ധീകരണങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഇയാളുടെ വാക്കുകളിൽ സ്വാധീനിക്കപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളായിരുന്നു. 2012 അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഹംസ ഹാഫിസ് സയ്യിദിന്റെ മുഖ്യ കയ്യാളാണ്. മുൻപും അജ്ഞാതരുടെ തോക്കിൻ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് വഴുതിപ്പോയിട്ടുള്ള ഹംസയ്ക്ക് ഇക്കുറി മാരകമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടെ ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരി, ഹാഫിസ്, തൽഹ, സയ്യിദ് തുടങ്ങിയ മുൻനിര നേതാക്കളെല്ലാം, തീവ്രവാദ നേതാക്കളെല്ലാം പ്രാണഭയത്തിൽ നെട്ടോട്ടമോടുകയാണ്. മുൻപ് പാക് ഭീകര സംഘടനയായ IS-ന്റെ ഏജന്റായ ലാൽ ദർജി മുഹമ്മദിനെ നേപ്പാളിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ച് കൊന്നിരുന്നു. 2012 നടന്ന പൂനെ സ്ഫോടന കേസിലെ പ്രതിയായ അസ്ലം ഷബീർ ഷെയ്ഖ് എന്ന ഭീകരൻ മഹാരാഷ്ട്രയിൽ വെച്ച് അജ്ഞാതരുടെ തോക്കിന് ഇരയായിരുന്നു. ഈ അജ്ഞാതരായ കില്ലർമാർ 2023 മുതൽ പാകിസ്ഥാനിലൂടെ തോക്കുകൾ ഏന്തി അങ്ങനെ നടക്കുകയാണ്. ഇതിനോടകം 17ഓളം കൊടും ഭീകര നേതാക്കളാണ് ഈ അജ്ഞാതന്റെ തോക്കിന്റെ വെടിയേറ്റ് വീണ് കഴിഞ്ഞിരിക്കുന്നത്. അൽബാദ് തീവ്രവാദികളുടെ നേതാവായ ബഷീർ അഹമ്മദ് പീർ, IS ചാരനായ തീവ്രവാദി സയ്യിദ് നൂർ ഷാലോവർ, ഖൈബർ പക്തൂണിൽ ഒളിച്ചിരുന്ന തീവ്രവാദി നേതാക്കന്മാർ പലരും അജ്ഞാതരുടെ തോക്കിന് ഇരയായി വീഴുകയുണ്ടായി. കഴിഞ്ഞ വർഷം സ്വന്തം വീട്ടിൽ വെച്ച് അജ്ഞാതന്റെ വെടിയേറ്റ് ലഷ്കർ കമാൻഡർ ഷെയ്ഖ് മൊയ്സ് മുജാഹിദും കൊല്ലപ്പെടുകയുണ്ടായി. പഹൽഗാം ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഇമ്രാൻ ദയലിനെയും ഇതേ അജ്ഞാതർ തീർത്തു കളഞ്ഞു. ഇത്തരത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 17 കൊടും ഭീകരന്മാരടക്കം 33 തീവ്രവാദികളാണ് അജ്ഞാതന്റെ തോക്കിൻ മുനയിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഏജൻസികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച തീവ്രവാദികളിൽ ചിലർ മുൻപും പാകിസ്ഥാനിലും ബ്രിട്ടനിലും കാനഡയിലും എല്ലാം വെച്ച് അജ്ഞാതനാൽ തീർക്കപ്പെട്ടിട്ടുണ്ട്. 2023 ലാഹോറിൽ കൊല്ലപ്പെട്ട ഖലിസ്ഥാൻ കമാൻഡർ മേധാവിയായ പരഞ്ജിത് സംഗ് പജ്വാറും, ദിവസങ്ങൾക്കുള്ളിൽ ലണ്ടനിൽ കൊല്ലപ്പെട്ട അവതാർ സിംഗ് ഗഡ്ജയും, തൊട്ടടുത്ത ദിവസം കാനഡയിൽ കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് നിജാറും ഇന്ത്യക്കെതിരെ നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ നടത്താൻ കരുക്കൾ നീക്കിയ വകയിൽ അജ്ഞാതരുടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആളുകളാണ്. ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ ഫലം മരണമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ തീവ്രവാദികൾ തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയ പാകിസ്ഥാനിൽ ഒളിക്കാൻ ഇടം കാണാതെ പാകിസ്ഥാനിൽ ഉടനീളം പരക്കം പായുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പാക് പോലീസിനോ സൈന്യത്തിനോ പിടികൊടുക്കാത്ത മാരക വേഗതയും കൃത്യതയും പിന്നെ ഇന്ത്യ എന്ന വികാരവുമായി ആ അജ്ഞാതൻ തന്റെ മിഷൻ അങ്ങനെ പാകിസ്ഥാനിൽ ഉടനീളം തുടരുകയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ അതീവ നിർണായകമായ പല ബില്ലുകളും ചർച്ചയ്ക്ക് വരികയും അതിൽ ചിലത് സർക്കാർ പാസ്സാക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ട്രാൻസ്ജെൻഡർ ബില്ലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള FCRA ബില്ലും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ക്രൈസ്തവ സഭകളെ കൂടി സമ്മർദ്ദത്തിലാഴ്ത്തുന്ന FCRA ബില്ലുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് ഇറങ്ങിയതിനെ ചൊല്ലി കേരളത്തിലെ BJP അനുഭാവ കേന്ദ്രങ്ങളിൽ ഉളവായ കടുത്ത പ്രതിഷേധ പ്രതികരണങ്ങൾ ഒരു പുതിയ തലത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ബില്ല് പൂർണ്ണമല്ല എന്നും ഇനിയും അതേക്കുറിച്ചുള്ള വാദഗതികളും ആക്ഷേപങ്ങളും ഒക്കെ പരിഗണിക്കുകയും ചെയ്യുമെന്നുമൊക്കെ കേരളത്തിലെ BJP അധ്യക്ഷൻ പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും വന്നത്. ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നതോടെ ബില്ല് വോട്ടിനിടുകയും 3-2 ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതിനാൽ അത് മാറ്റിവെക്കേണ്ടി വരികയും ചെയ്തു. കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതി അവലംബിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ രംഗത്ത് വന്നിരുന്നു. 2029 ശേഷമായിരിക്കും അത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ത്യയിലെ ലോകസഭാ മണ്ഡലങ്ങളെയും നിയമസഭാ മണ്ഡലങ്ങളെയും പുനർനിർണയം ചെയ്തുകൊണ്ട് കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങൾ നിർണയിക്കുവാനുള്ള നീക്കങ്ങളാണ് പ്രധാനമായും മണ്ഡല പുനർനിർണയ ബില്ലിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റിൽ ഇപ്പോഴുള്ള 543 അംഗങ്ങളുടെ ബലം 850 ഉയർത്തുകയും അക്കൂട്ടത്തിൽ തന്നെ വനിതകൾക്ക് സഭയിൽ 33% സംവരണം കൊണ്ടുവരികയുമായിരുന്നു ലക്ഷ്യം. ഡീലിമിറ്റേഷനും വുമൺ റിസർവേഷനും തമ്മിൽ നേരിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല എങ്കിലും
ഇവ രണ്ടും ചേർത്തുള്ള നിയമനിർമ്മാണ പ്രഖ്യാപനങ്ങൾ കടുത്ത ആശയക്കുഴപ്പങ്ങളാണ് സൃഷ്ടിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളും അതിന്റെ ചുവട് പിടിച്ചുള്ളതായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി വനിതാ സംവരണ ബില്ല് അനിവാര്യമാണ് എന്നുള്ള നിലവിളികൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബില്ലിൽ ലോകസഭയിലെയും മറ്റ് സംസ്ഥാന അസംബ്ലികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സീറ്റുകളിൽ 33% സ്ത്രീകൾക്ക് സംവരണം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളിലും ഈ ബിൽ പ്രകാരം 33% സ്ത്രീകൾക്ക് സംവരണമുണ്ട്. 1974 ഇന്ത്യയിലെ വനിതകളുടെ അവസ്ഥ പഠിക്കാൻ വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ മന്ത്രാലയം നിയോഗിച്ച സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വനിതാ പ്രാതിനിധ്യത്തെ ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്ക് നിശ്ചിത ശതമാനം സീറ്റ് സംവരണം ചെയ്യണമെന്നായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ശുപാർശ. 1993 ഭരണഘടനയുടെ 73, 74 വകുപ്പുകൾ ഭേദഗതി ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കി. പിന്നീട് 1996 HD ദേവഗൌഡ സർക്കാർ 81ാം ഭരണഘടനാ ഭേദഗതിയായി വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ആ ബില്ല് CPI MP ഗീതാ മുഖർജി അധ്യക്ഷയായുള്ള സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയും ചെയ്തു. 1996 പാർലമെന്ററി സമിതി ഈ റിപ്പോർട്ട് ലോകസഭയിൽ അവതരിപ്പിക്കുകയും പിന്നാലെ 1998 NDA സർക്കാർ 84ാം ഭരണഘടനാ ഭേദഗതിയായി വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. 1999 NDA സർക്കാർ ബില്ല് വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിച്ചു. അതിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്ന് 2002 2003 പ്രസ്തുത ബില്ല് സഭയിൽ എത്തിയെങ്കിലും 2 തവണയും ബില്ല് പാർലമെന്റിൽ പരാജയപ്പെടുകയായിരുന്നു. 2004 UPIയുടെ പൊതു മിനിമം പരിപാടിയിൽ ഉൾപ്പെടുത്തിയ വനിതാ സംവരണ ബില്ല് യാഥാർത്ഥ്യമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപനം നടത്തി. 2008 ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച് നിയമ നീതികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. 2009 ഡിസംബർ 17 സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിന്റെ 2 സഭകളിലും വെച്ചു. സമാജ്വാദി പാർട്ടി, JDU, RJD തുടങ്ങിയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. 2010 ഫെബ്രുവരി 22 ബില്ല് പാസാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ പറഞ്ഞു. 2010 അന്തർദേശീയ വനിതാ ദിനത്തിൽ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ബഹളത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ചു. SP, RJD എന്നീ പാർട്ടികൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ബില്ല് പിറ്റേന്ന് തന്നെ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും ഒന്നിനെതിരെ 186 വോട്ടുകൾക്ക് ബില്ല് രാജ്യസഭ പാസാക്കുകയും ചെയ്തു. എന്നാൽ അത് ലോകസഭയിൽ എത്തിയില്ല. 2023 വനിതാ സംവരണം കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുവെങ്കിലും അതിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ പുതിയ ബില്ല് വന്നത്. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.